ഒരിക്കൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ ഓഡിഷൻ നടക്കുന്ന സമയം. ഫാസിൽ, സിബി മലയിൽ, ജിജോ പുന്നോസ്, പ്രതാപചന്ദ്രൻ തുടങ്ങിയ പ്രഗത്ഭരായ ആൾക്കാർ നിരഞ്ഞിരിക്കുന്ന ജഡ്ജിംഗ് പാനൽ. ആകാര സൗന്ദര്യവും കഴിവുകളും ഒക്കെയുള്ള അനേകം ചെറുപ്പക്കാർ നിരനിരയായി നിൽക്കുന്നു. അതിലൊരുവനായി മെലിഞ്ഞുണങ്ങി ആകാര സൗന്ദര്യം ഒട്ടുമില്ലാത്ത, മുഖസൗന്ദര്യം പോലും ഇല്ലാത്ത ഒരാൾ ചരിഞ്ഞ തോളുകളുമായി ആ വേദിയിലേക്ക് വന്നു. ജഡ്ജിമാർ അവന് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കേണ്ട രംഗങ്ങൾ കൊടുത്തു. അവൻ ചെയ്തു. പക്ഷേ അവിടെ നിരന്നിരുന്ന ആരും അവന് സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവരും അവന് നൽകിയ മാർക്ക്, ഫാസിൽ ഒഴിച്ച് ബാക്കി എല്ലാവരും അവന് നൽകിയ മാർക്ക് 0 കാരണം അവന് ആകാര സൗന്ദര്യം ഇല്ല എന്നുള്ള കാരണത്താൽ. ഫാസിലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ ചെറുപ്പക്കാരന് അവർ ആ സിനിമയിൽ ഒരു വേഷം കൊടുത്തു, വില്ലൻ വേഷം. പിന്നീട് നടന്നത് ചരിത്രം. തന്റെ ചരിഞ്ഞ തോളുമായി ആ ചെറുപ്പക്കാരൻ നടന്നു കയറിയത് മലയാള സിനിമയുടെ മാത്രമല്ല, ഓരോ മലയാളികളുടെയും, ഓരോ ഇന്ത്യക്കാരുടെയും നെഞ്ചിലേക്കാണ്, ഹൃദയത്തിലേക്കാണ്. അവന്റെ പേരാണ് മോഹൻലാൽ. ആ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ഇന്നൊരു പുതിയ തുടക്കവുമായി നമ്മളുടെയൊക്കെ മുന്നിലേക്ക് വരികയാണ്. രൂപമോ സൗന്ദര്യവുമല്ല, കഴിവാണ്, പ്രതിഭയാണ് വേണ്ടതെന്ന് തെളിയിച്ചു തന്ന ഒരു അച്ഛന്റെ മകൾ. കഴിഞ്ഞ ദിവസം താൻ തുടക്കം കുറിക്കുന്ന ആ പുതിയ തുടക്കത്തിന്, ആ പുതിയ സിനിമയുടെ പ്രമോഷൻ ചടങ്ങിൽ എത്തിയപ്പോൾ ആ കുട്ടി കാണിച്ച ചേഷ്ടകൾ, ഇതിഷ്ടപ്പെടാത്ത മലയാളികൾ, പ്രബുദ്ധതയുടെ കോണകം പുരപ്പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്ന മലയാളികൾ, ഞാൻ ഉൾപ്പെട്ട, നമ്മൾ ഉൾപ്പെട്ട, നിങ്ങൾ ഉൾപ്പെട്ട മലയാളികൾ കേട്ടാൽ നാണം തോന്നുന്ന, അറപ്പുണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് കമന്റുകൾ എറിയുന്നു. തടിച്ചി, വീപ്പക്കുറ്റി, സുമോ ഗുസ്തിക്കാരി, പിന്നെ കുറെ സീനിയർ നടിമാർ, KPSC ലളിത, കവിയൂർ പൊന്നമ്മ, എന്തൊക്കെയാണ് പറയുന്നത്. ആർക്കും ഇഷ്ടം തോന്നുന്ന ചിരി, ആർക്കും ഇഷ്ടം തോന്നുന്ന സൗന്ദര്യം, കഴിവ് എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ആ കുട്ടിയെ വെറുക്കാൻ തുനിഞ്ഞിറങ്ങുന്നതിന്റെ കാരണം ഇവിടെ സ്പഷ്ടമാണ്. നല്ല നിറഞ്ഞ ചിരിയും സൗന്ദര്യവും ആൺപെൺ വ്യത്യാസമില്ലാതെ ആർക്കു വേണമെങ്കിലും ഇഷ്ടം തോന്നുന്ന ആ പെൺകുട്ടിയെ നിങ്ങൾ ദൂഷിക്കുന്നതിന്റെ കാരണം ആ പെൺകുട്ടി ഇട്ട ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ പേരിലാണ്, സ്വന്തം നിലപാടിന്റെ പേരിലാണ്. നിങ്ങൾ ഈ കമന്റുകളൊക്കെ വാരി എറിയുമ്പോൾ അത് വേദനിപ്പിക്കുന്നത് ആ പെൺകുട്ടിയെ മാത്രമായിരിക്കില്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒരു വണ്ണമുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ഓവറായിട്ട് എല്ലാവരോടും സഹകരിക്കുന്ന ഒരു കുട്ടിക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നും. തന്റെ തന്തേ തള്ളയൊക്കെ ഇങ്ങനെ നികൃഷ്ട ജന്മങ്ങളായി പോയല്ലോ എന്നുള്ള ഒരു വിഷമം. ഈ തടിച്ചെന്ന് ഇളക്കക്കാരി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള പെൺമക്കളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള പെൺമക്കളെ എങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ. നിങ്ങൾ ബലാത്സംഗ കേസിലും അഴിമതിയിലും ഒക്കെ മുങ്ങി താന്ന് രാജിവെച്ച് പോയ മന്ത്രിമാരുടെ മക്കളെ വീണ്ടും ഇലക്ഷൻ നിർത്തി ജയിപ്പിച്ച് വീണ്ടും അവരെ മന്ത്രിയാക്കി അവർക്ക് വേണ്ടി പൊതുനിരത്തിൽ കിടന്ന് തല്ലും കൊണ്ട് സിന്ദാബാദം വിളിച്ച് നടക്കുന്ന കളിമണ്ണ് തലയിൽ നിറച്ച കൂട്ടങ്ങളെ, ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ വെറും വെറും ലജ്ജ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. വിസ്മയ മോഹൻലാൽ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട ആ സ്റ്റോറിയുടെ പേരിലാണ് നിങ്ങൾ ഈ വാരി എറിയുന്നതെങ്കിൽ അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് കണക്കുകൂട്ടി ലഘൂകരിക്കാനുള്ള ഒരു ബുദ്ധി പോലും നിങ്ങൾക്ക് ഇല്ലാതായി പോയോ? ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. മനുഷ്യത്വത്തെക്കാൾ വലുതല്ല രാഷ്ട്രീയം എന്ന് നിലപാടെടുത്ത ആ കുട്ടിക്ക്, ആ ചെറിയ കുട്ടിക്ക് ഉണ്ടായ വിവരം പോലും ഇല്ലല്ലോ. ഇവിടെ മൂത്ത് നരച്ചിരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന കമന്റുകൾ ഒന്നും ആലോചിക്കാതെ എഴുതി പറത്തുന്ന നിങ്ങളെപ്പോലുള്ള നികൃഷ്ട ജന്മങ്ങൾക്ക് ഇനിയിപ്പോ ആ കുട്ടി ആ സ്റ്റേജിൽ കാണിച്ച ചേഷ്ടകളാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്? അതാണോ നിങ്ങളുടെ ആ ചൊറിച്ചിലിന്റെ ഒക്കെ കാര്യം? ഒരു ചുറുചുറുക്കുള്ള കുട്ടിയായിട്ട് നിങ്ങൾക്ക് കരുതരുതായിരുന്നു, അല്ലെങ്കിൽ ഒരു തുടക്കക്കാരി ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് നിങ്ങൾക്ക് കരുതാമായിരുന്നല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറുന്ന ഒരു കുട്ടിയായിട്ട് നിങ്ങൾക്ക് അവളെ കാണാമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇന്റർവ്യൂകളിലൊക്കെ ആദ്യമായി പങ്കെടുക്കുന്ന ഒരു കുട്ടി എന്നുള്ള പരിഗണനയെങ്കിലും നിങ്ങൾക്ക് നൽകാമായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് നല്ലത് മാത്രം എഴുതി അയക്കാമായിരുന്നില്ലേ? ഇതൊക്കെ നിങ്ങളുടെ മകളോ മകനോ ആയിരുന്നെങ്കിലോ? ഒരു പക്ഷേ നിങ്ങൾക്ക് മകനോ മകളോ ഇല്ല എങ്കിൽ ദയവ് ചെയ്ത് കുടുംബാസൂത്രണത്തിൽ ഏർപ്പെട്ട് അതിനെ ജനിപ്പിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ആ കുട്ടികളെ ജനിപ്പിച്ചുകൊണ്ട് വന്നാൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവറ്റുകളെ മുരടിപ്പിച്ച് കളയും നിങ്ങളെപ്പോലുള്ള ഈ ചെറ്റകൾ. പണ്ട് വിദ്യാബാലൻ എന്ന് പറയുന്ന ഒരു ഹിന്ദി നടി അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രബുദ്ധരായ കിളവന്മാർക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു. അവരിരുന്ന് ഇത് കൂട്ട് തന്നെ ഫേസ്ബുക്കിനകത്ത് ഓരോന്നൊക്കെ കൊച്ചു വർത്താനങ്ങളൊക്കെ എഴുതി അങ്ങോട്ട് പീഡിപ്പിച്ച് ലാസ്റ്റ്
അവരുടെ തന്നെ വീഡിയോ സോങ്ങുകളും അതും ഇതുമൊക്കെ ഇരുന്ന് കണ്ട് കുളിര് കോരിത്തരിച്ച് ഒരു മൂലയ്ക്ക് ഇരുന്ന്. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രബുദ്ധത. ഒരുപക്ഷെ വിസ്മയയുടെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരിക്കാം. അത് നിങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തെ ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ടല്ല അതിനോടുള്ള വിയോജിപ്പ് അറിയിക്കേണ്ടത്. ആശയത്തെ ആശയം കൊണ്ട് നേരിടണം. ആശയത്തെ ശരീരത്തെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടല്ല നേരിടേണ്ടത്. കഴുതകളെ മറ്റൊരാളുടെ ശരീരത്തെയും രൂപത്തെയും കുറിച്ച് പോസ്റ്റ് ഇടുന്ന ആ സമയം നിങ്ങൾ വേറെ നല്ല കാര്യങ്ങൾ എഴുതാൻ വേണ്ടി, നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി ചെലവാക്കി കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ ഉപകാരപ്പെടും? നിങ്ങളുടെ മക്കൾക്ക് തന്നെ ഉപകാരപ്പെടും ചിലപ്പോൾ. ഒരു വ്യക്തിയുടെ ശരീരത്തെ അപമാനിച്ച് കിട്ടുന്ന ലൈക്കുകളും കമന്റുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് അല്ല, അത് നിങ്ങളുടെ വ്യക്തിത്വമില്ലായ്മയാണ് കാണിക്കുന്നത്. ഒരാളുടെ ബോഡിയിലെ പോരായ്മകൾ കാണാൻ കണ്ണും തുറന്നിരിക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് അവരുടെ കഴിവ് കാണാൻ ചിലപ്പോൾ കണ്ണാട വെക്കേണ്ടി വരും. അത് പോരാഴുകയല്ല, നിങ്ങളുടെ ഒരു ജന്മഗുണമാണ്. നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ വിസ്മയല്ല, ഏത് കുട്ടിയെ കുറിച്ചായാലും ഏത് മുതിർന്നവരെ കുറിച്ചായാലും സോഷ്യൽ മീഡിയയിൽ അവന്റെ രൂപത്തെയോ ശരീരത്തെയോ കുറിച്ച് പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെങ്കിലും ഒന്ന് ആലോചിക്കണം. ചിരിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയും, അത് ആരോഗ്യത്തിന് നല്ലതുമാണ്. പക്ഷെ ഒരാളുടെ ശരീരത്തിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും സ്വയം ചിരിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഒരു മാനസിക രോഗം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു മാനസിക രോഗം തന്നെയാണ്. ഒരു വ്യക്തി എന്ത് ചെയ്യുന്നെന്നോ എന്ത് പറയുന്നെന്നോ ഒന്നും അവർ അന്വേഷിക്കുന്നില്ല. അവർക്ക് ആദ്യം അവരെ ഇങ്ങനെ അടിപൊളി നോക്കിയിട്ട് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ, അവരുടെ കൈയും കാലും ഒക്കെ അനങ്ങുന്നതിനെ കുറിച്ചും അവരിട്ടേക്കുന്ന ചെരുപ്പിനെ കുറിച്ചും പാവാടയെ കുറിച്ചും ബ്ലൗസിനെ കുറിച്ചും മുണ്ടിനെ കുറിച്ചും ഷർട്ടിനെ കുറിച്ചും അതും ഇതും തലമുടിയെ കുറിച്ച് വരെ ഇങ്ങനെ ഇഴകീറി പരിശോധിച്ച് അതിനെ വിമർശിച്ച് ആനന്ദം കണ്ടെത്തി സൈക്കോകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ. ഞാൻ വിസ്മയ മോഹൻലാലിനെ ന്യായീകരിക്കാനോ വൈറ്റ് വാഷ് അടിക്കാനോ ഒന്നും വന്നല്ല. നിങ്ങൾ കാണിക്കുന്ന തെറ്റാണെന്ന് തന്നെ പറയാൻ വേണ്ടിയായിരുന്നു. ആ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും, വേറെ ഏത് പാവപ്പെട്ട കുട്ടിയാണെങ്കിലും പണക്കാരിയാണെങ്കിലും ഒരു വേർതിരിവില്ലാതെ ഞാൻ വന്ന് പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ കാണിക്കുന്നത് സത്യം പറഞ്ഞ ആ വാക്ക് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ഇല്ലാഴിക തന്നെയാണ്. വിദ്യാബാലനെയും പാർവതി തിരുവോത്തിനെയും സോണാക്ഷി സിൻഹയെയും ഒക്കെ നിങ്ങൾ ഇത് കൂട്ട് തന്നെ ബോഡി ഷേമിങ്ങും തടിച്ചെന്നും അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നാ നേടി? അവരവരുടെ കഴിവ് കൊണ്ട് അവർ ഓരോ ചുവടുവെപ്പും മുന്നോട്ട് തന്നെയല്ലേ പോയത്. നിങ്ങൾ എന്നാ ഉണ്ടാക്കിയിരുന്നു? അതിന്റെയൊക്കെ ഇടയ്ക്ക് ഒരു പരമൈരൻ ഇരുന്നിട്ട് ഷക്കീലയുടെ ഒഴിവിലേക്ക് ഇതാ വരുന്നു. എന്ത് തന്തയില്ലാത്തരമാണ് എന്റെ പൊന്നു ചേട്ടാ നിങ്ങളൊക്കെ ഇരുന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും പിള്ളേരും ഒന്നും ഇല്ലേ നിങ്ങൾക്ക്? അതോ അവരെല്ലാം അത് എല്ലും തോലുവാക്കി ഇട്ടേക്കുവാണോ അവറ്റുകളെ ഒന്നും കൊടുക്കാതെ ശരീരത്ത് മാംസങ്ങൾ വരാതെ നോക്കുവാണോ ഇയാളിരുന്ന്? വേറൊരാഴ്ചയേക്കുന്ന മോഹൻലാലിന് വേറെ പണിയില്ല, പൈസയുടെ ആർത്തിയാണോ? അവരുടെ തൊഴിലാണ് അവർ ചെയ്യുന്നത്. ഇന്നലെയും തുടങ്ങിയതല്ല. അയാൾ 45 വർഷമായിട്ട് അയാൾ ഈ ഫീൽഡിൽ നിന്നും അഭിനയിക്കുന്നത് നമ്മൾക്കൊക്കെ കൂടിയിട്ടാണ്. അയാൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. നമ്മൾക്ക് ഒരു പ്ലംബർ ആണെങ്കിൽ തന്നെ, ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ പറമ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് തന്നെ അവൻ കൂലി മേടിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഓരോ തൊഴിലിനും ഓരോ പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്, അതവർക്ക് കിട്ടുന്നുമുണ്ട്. അതിനകത്ത് ഇരുന്ന് ഒരു മൂലയിൽ ഇരുന്ന് കൊടിച്ചിപ്പെട്ടി കുരച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇനിയെങ്കിലും സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും മാതൃകയായി ജീവിക്കാൻ നോക്ക്. എത്രയോ സിനിമകളിൽ അഭിനയിച്ച ഒരു നടൻ, എത്രയോ വേദികളിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു നടൻ, സ്വന്തം മകൾ ഒരു സ്റ്റേജിൽ കയറിയപ്പോൾ അവൾക്കുണ്ടായ ഭയം അയാൾ എത്ര നിസ്സാരമായിട്ടാണ് അയാൾ അത് ഉൾക്കൊണ്ടത്. അത്രയ്ക്കും പോലുമുള്ള ഒരു വിവരം നിങ്ങൾക്കില്ലാതായി പോയല്ലോ. ഇപ്പോൾ മോഹൻലാലിന്റെ മോളായതുകൊണ്ടല്ല ഞാൻ ഇവിടെ വന്ന് ന്യായീകരിക്കുന്നത്. അത് ഇഷ്ടമുള്ള ഏത് പെൺകുട്ടിയെ കുറിച്ചായാലും ഏതൊരു ആൺകുട്ടിയെ കുറിച്ചായാലും മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെക്കുറിച്ച് ഇത്ര നീതികേട് പറയുന്ന ഏതവനെ കുറിച്ച് ഞാൻ പ്രതികരിക്കും. അച്ഛനധികാരമോ അമ്മ അധികാരമോ വരാതെ സ്വന്തം മകളെ ആ മകളായി തന്നെ വളർത്തുന്ന ആ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഒരു സല്യൂട്ട്.